ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ, ഒരു ചെറിയ ലഞ്ച് പ്രിപ്പറേഷനും കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്ക് ചോറുണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തോരൻ ഉണ്ടാക്കാനായിട്ട് ക്യാബേജ് ആട്ടോ എടുത്തിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ക്യാബേജിൻ്റെ ഒരു തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീനയുണ്ട്, ബീന പാത്രം കഴുകുകയും അങ്ങനെയുള്ള കുറേ പണികളൊക്കെ ഉണ്ട്. അവളപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് ക്യാബേജും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു തോരൻ ഉണ്ടാക്കാം. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ക്യാബേജ് അധികം വാങ്ങാറില്ല കേട്ടോ. അപ്പോൾ ക്യാബേജ് കഴിക്കുന്നതിന് നല്ലതല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചാനും ഒരു ചെറിയ മടിയാണ്. അപ്പോൾ വല്ലപ്പോഴും വാങ്ങിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ക്യാരറ്റും ക്യാബേജും കൂടെ ചേർത്തിട്ട് തേങ്ങയൊക്കെ ഇട്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാളായിട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, കുറച്ച് ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് അരിഞ്ഞ് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാനായിട്ട് അടുപ്പിൽ വെച്ചു. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു ചെറിയ രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചാറുകറിക്ക് വേണ്ടിയൊന്നുമില്ല. അപ്പം ഞാൻ ഉള്ളിയല്ല, കുരുമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ വരട്ടിയെടുത്തു. ഒരു തക്കാളിയും കൂടി ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും. അത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ള മസാല ചേർത്ത് കൊടുക്കാം. തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം മീനിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ വറുക്കാനായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിക്കാനുള്ള സമയമായി. ചോറെടുത്ത് വെച്ചു. അതിനകത്തോട്ട് നല്ല അടിപൊളി ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയും തോരൻ ഇട്ട് കൊടുത്തു. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനും രസവും കൂടെ ചേർത്താണ്. അപ്പോൾ ഇന്നത്തെ ഊണ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു ഉച്ചയൂണ്. ഒരുപാട് നാളായിട്ടോ ഇതുപോലെ രസമൊക്കെ കൂട്ടി ഊണ് കഴിച്ചിട്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രസമൊക്കെ ആണെങ്കിൽ നമ്മുടെ വയറിന് നല്ലതാണല്ലോ. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു. ഇവിടെ ഇച്ചാനും ഭയങ്കര ഇഷ്ടമാട്ടോ രസം എന്ന് പറയുന്നത്. ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അദ്ദേഹം വന്ന് ഫോൺ വിളിച്ചു. അപ്പോൾ ഞാനത് വാങ്ങിക്കാനായിട്ട് ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിലൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എത്തിയിട്ടുണ്ട്. നമ്മുടെ സോഫയുടെ കവറാണ് കേട്ടോ. പിന്നെ ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. അതേ നമ്മുടെ ഇവിടെ കുറേ പൂക്കളുണ്ടായി നിൽക്കുന്നത്, കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ 10 മണി പൂക്കളാണ് കേട്ടോ ഈ ഉണ്ടായി നിൽക്കുന്നത്. 10 മണി പൂക്കളാണെന്ന് പറഞ്ഞെങ്കിലും ഇത് ഏകദേശം ഒരു 4 മണി വരെ ഇത് നിൽക്കും കേട്ടോ. രാവിലെ വിടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയല്ലേ, കൂട്ടമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറേ സ്ഥലത്ത് നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ ഇതും 10 മണി ചെടികൾ തന്നെയാണ്. പല കളറുണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ ഈ ഒരു കളർ ഷെയ്ഡ്, ഇങ്ങനെ കുറേ ഉണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഉണ്ട് നമ്മുടെ. നല്ല ഭംഗിയല്ലേ ഇത് പൂക്കൾ ഇങ്ങനെ ഇവിടെ നിന്ന് നിൽക്കുന്നത് കാണാനായിട്ട്. ഫുൾ ഡേ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് സോഫയുടെ കവർ ഇട്ട് നോക്കാം കേട്ടോ. എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങൾ ഭയങ്കര ശല്യമാണ്. സോഫ ഇങ്ങനെ നല്ല ഷാർപ്പായിട്ടിരിക്കുന്ന നഖമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരത് കടിച്ചു കളയാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ സോഫ കവറൊക്കെ ഞാൻ ഇതേ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ഞാൻ കുറേ ട്രൈ ചെയ്തതിന് ശേഷമാണ്. വലിയ ഷേപ്പൊന്നും വന്നിട്ടില്ല. ഇവിടെ എന്തോ സംതിങ് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതേ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു കോണിലേക്ക് എന്തോ ഒരു സംതിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും ഒരു പ്രൊട്ടക്ഷനാണ് എന്തായാലും. ഈ ഒരു കവർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. ഞാനിത് ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്തതാണ്. എനിക്ക് 1089 രൂപയായിട്ടോ ഇതിന്. കുഴപ്പമില്ല. 3 സീറ്റർ സോഫയ്ക്ക് ഇടാൻ പറ്റിയ നല്ലൊരു കംപ്ലീറ്റ് കവറാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കി വശവും ഇതേ രീതിയിൽ ഫുള്ളുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെയാണിത്. ഞാനിവിടെ ശരിക്കും നമ്മുടെ പൂച്ചക്കുട്ടികളെ പേടിച്ചു കേട്ടോ ഈ ഒരു കവർ ഓർഡർ ചെയ്തേ. അല്ലെങ്കിൽ നമ്മുടെ സോഫ മൊത്തം കളയും.